അർബുദം പോലെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം കണ്ടുപിടിച്ച പോളിഷ് ശാസ്ത്രജ്ഞയാണ് മേരി ക്യൂറി എന്ന മാഡം ക്യൂറി. മേരി ക്യൂറി എന്ന മേരി സ്ക്ലോഡോവ്സ്ക 1867 നവംബർ 7 പോളണ്ടിലെ വാഴ്സോയിൽ ജനിച്ചു. അവരുടെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. എന്നാൽ കുടുംബം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. പോളണ്ടിൽ വനിതകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ കുറവായതിനാൽ മേരി സ്വയം പഠനത്തിലൂടെ വിദ്യാഭ്യാസം തുടരുകയായിരുന്നു. 1891 അവർ പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ ചേർന്ന് ഭൗതികശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ബിരുദങ്ങൾ നേടി. അവിടെ വെച്ച് പീറി ക്യൂറിയെ കണ്ടുമുട്ടുകയും 1895 പീറി ക്യൂറിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. പ്രധാനമായും ഇവർ ഫ്രാൻസിലാണ് പ്രവർത്തിച്ചിരുന്നത്. 1898 പൊളോണിയം, റേഡിയം എന്നീ മൂലകങ്ങൾ കണ്ടെത്തി. സ്വന്തം രാജ്യത്തിനായി സമർപ്പിക്കുക എന്ന ആശയം മുൻനിർത്തിയാണ് പൊളോണിയം എന്ന നാമം നിർദ്ദേശിച്ചിരുന്നത്. റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച ഗവേഷണമാണ് മേരി ക്യൂറിയെ പ്രശസ്തയാക്കിയത്. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിതയായിരുന്നു ക്യൂറി. ഇതുകൂടാതെ മാഡം ക്യൂറി ഭൗതികശാസ്ത്രത്തിനും രസതന്ത്രത്തിനും നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തി കൂടിയാണ്. പാരീസ് സർവകലാശാലയിലെ ആദ്യ വനിതാ പ്രൊഫസറായിരുന്നു ഇവർ. പ്രസ്റ്റൺ യുദ്ധകാലത്ത് മേരി ക്യൂറി പോർഭൂമിയിലെ ആശുപത്രികൾക്ക് മൊബൈൽ എക്സ്റേ യൂണിറ്റുകൾ വികസിപ്പിച്ചു. ഇത് പരുക്കേറ്റ സൈനികരുടെ ചികിത്സയിൽ വലിയ സഹായകമായി. 1934 ജൂലൈ 4